പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാം വർഷ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം വർഷ സ്റ്റാറ്റിസ്റ്റിക്സിലെ 8ാമത്തെ യൂണിറ്റായ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്ററിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന ചില ആശയങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമതായി പറയാൻ പോകുന്നത് എന്താണ് പോപ്പുലേഷൻ എന്നാണ്. എന്താണ് പോപ്പുലേഷൻ എന്നും എന്താണ് സാമ്പിൾ എന്നും നിങ്ങൾ കഴിഞ്ഞ +1 ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്താണ് പോപ്പുലേഷൻ? ഒരു അന്വേഷണത്തിൽ നാം പരിഗണിക്കുന്ന എല്ലാ ഇനങ്ങളെയും സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലേ? അതായത് പോപ്പുലേഷൻ ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇൻ ആൻ ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് സാമ്പിൾ? എന്തിനാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്? പോപ്പുലേഷൻ്റെ വലിപ്പം കൂടുതലാകുമ്പോൾ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഡേറ്റ കളക്ഷൻ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോപ്പുലേഷൻ്റെ ഒരു ഭാഗത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് സാമ്പിൾ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പോപ്പുലേഷൻ. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് പാരാമീറ്റർ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്നതിനെക്കുറിച്ച് അടുത്ത് നമുക്ക് പറയാം. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്താണ് പാരാമീറ്റർ? പാരാമീറ്റർ ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പോപ്പുലേഷൻ എന്നാണ്. പോപ്പുലേഷൻ്റെ അളക്കാവുന്ന ഒരു സവിശേഷതയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മളവിടെ പഠിച്ചു പോപ്പുലേഷൻ മീൻ മ്യൂ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇനി എന്താണ് സ്റ്റാറ്റിസ്റ്റിക്? സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സാമ്പിൾ. സാമ്പിളിൻ്റെ അളക്കാവുന്ന ഒരു സവിശേഷതയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി നമ്മളവിടെ പഠിച്ചു എന്താണ് സാമ്പിൾ മീൻ എക്സ് ബാർ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്, സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ, ഇവയെല്ലാം. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്താണെന്ന് പഠിക്കാം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാം. ഒരു കമ്പനിക്ക് അവർ നിർമ്മിക്കുന്ന ബൾബുകളുടെ ആയുർദൈർഘ്യം കണക്കാക്കണമെന്നിരിക്കട്ടെ. അവർ അവിടെ നിർമ്മിച്ച എല്ലാ ബൾബുകളും പരിശോധിച്ച് നോക്കിയിട്ട് അവയുടെ ആയുർദൈർഘ്യം കണക്കാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ നിർമ്മിച്ച ഏതാനും ബൾബുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം, അതായത് ഒരു സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ബൾബുകൾ സെലക്ട് ചെയ്തതിന് ശേഷം അവയുടെ ആവറേജ് ലൈഫ് കണക്കാക്കിയിട്ട് അതിനെ എല്ലാ ബൾബുകളുടെയും ആവറേജ് ലൈഫ് എസ്റ്റിമേറ്റായി പറയുന്നു. ഇത്തരത്തിൽ സാമ്പിളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെയും വിലകളുടെയും അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ പാരാമീറ്ററുകളെക്കുറിച്ചുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ശാസ്ത്രശാഖയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വിച്ച് യൂസ് സാമ്പിൾസ് ടു മേക്ക് ഇൻഫറൻസസ് അബൌട്ട് ദ അൺനോൺ ആസ്പെക്ട്സ് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് സാമ്പിളുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെയും വിലകളുടെയും അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ശാസ്ത്രശാഖയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ എന്നും മറ്റൊന്ന് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നും. ഇതിൽ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠം. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിനെ കുറിച്ച് അടുത്ത യൂണിറ്റിൽ നിങ്ങൾ വിശദമായി പഠിക്കുന്നുണ്ട്. ഇതിൽ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ എന്നത് പോപ്പുലേഷൻ പാരാമീറ്ററുകളുടെ വിലകൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ വിലകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന രീതിയാണ്. സാമ്പിളുകളുടെ വിലകളുടെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ പാരാമീറ്ററുകളെക്കുറിച്ചുള്ള മുൻധാരണകളെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി 9ാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠം എന്താണ്? എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ.
അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി എന്താണ് എസ്റ്റിമേറ്റർ, എന്താണ് എസ്റ്റിമേറ്റ് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സാമ്പിളിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സാധാരണയായി പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാറുള്ളത്. ഈ ഫംഗ്ഷനെയാണ് ആ പാരാമീറ്ററിൻ്റെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അതായത് the value of the parameter is usually estimated with the help of a function of a sample. This function is known as estimator. ഒരു പ്രത്യേക സാമ്പിളിൽ നിന്നും എസ്റ്റിമേറ്ററിന് കിട്ടുന്ന വിലയെ എസ്റ്റിമേറ്റ് എന്നും പറയുന്നു. അതായത് the value of the estimator from a particular sample is called estimate of the parameter. ഉദാഹരണത്തിന് കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വെയ്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് വില കാണണമെന്നിരിക്കട്ടെ. അതിനായി 5000 കുട്ടികളുള്ള ഒരു സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവരുടെ ആവറേജ് വെയ്റ്റ് എക്സ് ബാർ കാണുന്നു. അത് 54 kg ആണ് എങ്കിൽ ഇവിടെ സാമ്പിൾ മീൻ എന്ന് പറയുന്ന എക്സ് ബാറിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. ഇവിടെ കിട്ടിയ വാല്യൂ 54 kg എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എസ്റ്റിമേറ്റുമാണ്. ഇതിൽ നിന്ന് നമ്മൾ എസ്റ്റിമേറ്റർ എന്താണ്, എസ്റ്റിമേറ്റ് എന്താണെന്നെല്ലാം മനസ്സിലാക്കി അല്ലേ? എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് പോയിൻ്റ് എസ്റ്റിമേഷൻ എന്നും രണ്ടാമത്തേത് ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്നുമാണ്. പോപ്പുലേഷനിൽ നിന്നും ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് പാരാമീറ്ററിന് യോജിച്ച ഒരു നിശ്ചിത വാല്യൂ, നിശ്ചിതമായ ഒരു വില നിർദ്ദേശിക്കുന്ന രീതിയാണ് പോയിൻ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സംഖ്യ നിർദ്ദേശിക്കുന്നതിന് പകരം വില പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഇൻ്റർവൽ നിർദ്ദേശിക്കുന്ന രീതിയാണ് ഇൻ്റർവൽ എസ്റ്റിമേഷനിൽ ഉള്ളത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. The estimated value of population mean mu is 50. അപ്പോൾ ഇവിടെ എന്താണ് 50 എന്ന് പറയുന്നത് ഒരു നിശ്ചിത വിലയാണ് ഇവിടെ പറയുന്നത് അല്ലേ? അതൊരു പോയിൻ്റ് എസ്റ്റിമേഷന് ഉദാഹരണമാണ്. The estimated value of population mu lies in the interval 45-55 എന്നത് ഇൻ്റർവൽ എസ്റ്റിമേഷനും ഉദാഹരണമാണ്. അതായത് 45-55 എന്ന ഒരു പ്രത്യേക റേഞ്ചിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണിത്? ഇൻ്റർവൽ എസ്റ്റിമേഷന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു മികച്ച ഒരു എസ്റ്റിമേറ്ററിന് വേണ്ട സവിശേഷതകൾ എന്നുള്ളതാണ്. അതായത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ. ഒരു പാരാമീറ്ററിന് തന്നെ ഒന്നിലധികം എസ്റ്റിമേറ്ററുകളെ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും അല്ലേ? അതിൽ നിന്നും മികച്ച ഒരു എസ്റ്റിമേറ്ററിനെ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് ചില മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അവയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. An estimator is said to be a good estimator if it is, അതിലൊന്നാമത്തത് unbiased, 2 consistent, 3 efficient, 4 sufficient. ഒരിക്കൽ കൂടെ പറയാം. ഒരു എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആകുന്നത്? അതെ, ഒന്ന് അൺബയാസ്ഡ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, പിന്നെന്താണ് സഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്താണ് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പഠിക്കാം. വിവിധ സാമ്പിളുകളിൽ നിന്നും ലഭിക്കുന്ന വിലകളുടെ ശരാശരിയും പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ യഥാർത്ഥ വിലയും ഒന്ന് തന്നെയാണെങ്കിൽ അത്തരം എസ്റ്റിമേറ്ററുകളെയാണ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് an estimator T is said to be an unbiased estimator for the parameter theta if expectation of T equal to theta. ഇവിടെ T എന്ന് പറയുന്നത് എസ്റ്റിമേറ്ററുകൾക്ക് പൊതുവായിട്ട് പറയുന്ന ഒരു പേരായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തീറ്റ എന്ന് പറയുന്നത് പാരാമീറ്ററുകൾക്ക് പൊതുവായിട്ട് ഒരു പേര് പറയുകയാണ്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ T എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആകണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് T എന്ന് പറയുന്നത് തീറ്റയാകണം എന്നുള്ളതാണ്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് അൺബയാസ്നെസ് ചെക്ക് ചെയ്യുന്ന ചില പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, x1, x2, x3 and x4 is a random sample drawn from a population with a mean mu. Show that t equal to x1 plus x2 plus x3 minus 2x4 is an unbiased estimator for mu. അപ്പോൾ ഇവിടെ നമുക്ക് 4 സാമ്പിൾസ് തന്നിട്ടുണ്ട്, x1, x2, x3, x4. അവയെല്ലാം ഒരു റാൻഡം സാമ്പിൾസ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് എ മീൻ മ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x2 ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x3 ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x4 ഈക്വൽ ടു മ്യൂ എന്നാണ്. അതായത് ഇതിൻ്റെ എല്ലാം ആവറേജ് മ്യൂ എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? t ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 മൈനസ് 2x4 എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 മൈനസ് 2x4. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ്, എ ഒരു കോൺസ്റ്റൻറ്റും എക്സ് ഒരു വേരിയബിളും ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളതുമാണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x3 മൈനസ് 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തെടുക്കുന്നു, 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x4 എന്നും എഴുതി. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് x1ൻ്റെയും എക്സ്പെക്റ്റേഷൻ ഓഫ് x2ൻ്റെയും എക്സ്പെക്റ്റേഷൻ ഓഫ് x3യുടെയും എക്സ്പെക്റ്റേഷൻ ഓഫ് x4ൻ്റെയും വിലകൾ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് മ്യൂ പ്ലസ് മ്യൂ പ്ലസ് മ്യൂ മൈനസ് 2 മ്യൂ ഈക്വൽ ടു 3 മ്യൂ മൈനസ് 2 മ്യൂ, അതായത് മ്യൂ എന്നാണ് കിട്ടിയത്. അപ്പോൾ എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈക്വൽ ടു മ്യൂ എന്ന് നമുക്ക് ഇവിടെ തെളിയിക്കാൻ കഴിഞ്ഞു. ദെയർഫോർ ടി ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് നമുക്കിവിടെ തെളിയിക്കാൻ കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് SRSWOR എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ സെലക്ട് സാമ്പിൾസ് ഓഫ് സൈസ് 2 ഫ്രം ദ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് 4, 5, 6, 7 ആൻഡ് 8. ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ആൾ പോസിബിൾ സാമ്പിൾസ് എന്നാണ്. രണ്ടാമത്തത് ഷോ ദാറ്റ് സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ 5 പോപ്പുലേഷൻ വാല്യൂസ് തന്നിട്ടുണ്ട്, 4, 5, 6, 7, 8 എന്നും. ഇതിൽ നിന്ന് 2 വീതമുള്ള സാമ്പിളുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ക്യാപിറ്റൽ എന്നിൻ്റെ വില 5ഉം സ്മോൾ ലെറ്റർ എന്നിൻ്റെ വില 2ഉമാണ്. SRSWOR അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് NCN ആണ്. അതായത് 5C2. 5C2 ഈക്വൽ ടു 5 × 4 ഡിവൈഡ് ബൈ 1 × 2 എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും അല്ലേ? ഇനി നമുക്ക് അതിനെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കാം. ആദ്യം സാമ്പിൾ നമ്പർ, സാമ്പിൾസ്, സാമ്പിൾ മീൻ. നമുക്കിവിടെ 10 സാമ്പിളുകളാണുള്ളത്. അപ്പോൾ സാമ്പിൾ നമ്പേഴ്സ് 1 മുതൽ 10 വരെ നമ്മൾ എഴുതുന്നു. ഇനി ഓരോ സാമ്പിളുകളായിട്ട് എഴുതുന്നു. ഇവിടെ SRSWOR ആയതുകൊണ്ട് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്, അതായത് തിരികെ വയ്ക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും 4, 4, 4, 6, 6 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത വാല്യൂസ് ഒന്നും വരില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏതൊക്കെയാണ് സാമ്പിൾസ്? ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് 4, 5 ആണ്. രണ്ടാമത്തെ സാമ്പിൾ 4, 6. മൂന്നാമത്തെ സാമ്പിൾ 4, 7. നാലാമത്തെ സാമ്പിൾ 4, 8. അഞ്ചാമത്തെ സാമ്പിൾ 5, 6. അടുത്തത് 5, 7, 5, 8, 6, 7, 6, 8, 7, 8. ഇവയുടെ എല്ലാം സാമ്പിൾ മീൻ എന്തായിട്ട് വരും? 4.5, 5, 5.5, 6, 5.5, 6, 6.5, 6.5, 7, 7.5. ഇനി ഇവയുടെ എല്ലാം ടോട്ടൽ കാണുകയാണ്. ടോട്ടൽ 60 എന്നാണ് കിട്ടിയിരിക്കുന്നത്.
ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് ഈ സാമ്പിൾ മീനുകളുടെ തുകയും ടോട്ടൽ സാമ്പിൾസിൻ്റെ എണ്ണവും കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 60/10. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 എന്നാണ്. ഇതിനെ നമ്മൾ 1 എന്ന നമ്പർ കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ പോപ്പുലേഷൻ മീൻ മ്യൂ കാണുകയാണ്. പോപ്പുലേഷൻ മീൻ മ്യൂ ഈക്വൽ ടു 4 + 5 + 6 + 7 + 8/5. അതായത് 30/5 = 6 എന്ന് കിട്ടും. ഇതിനെ 2 എന്ന് നമ്മുടെ നമ്പർ കൊടുക്കുകയാണ്. ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഹെൻസ് സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ മ്യൂ എന്ന് നമ്മളിവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് സെലക്ട് സാമ്പിൾസ് ഓഫ് സൈസ് 2 ഫ്രം ദ പോപ്പുലേഷൻ വാല്യൂസ് 4, 6 and 8. Write all possible samples. Show that sample mean is an unbiased estimator of population mean. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് SRSWRൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് SRSWRനെ കുറിച്ചാണ്. ഇവിടെ പോപ്പുലേഷൻ വാല്യൂസ് എന്ന് പറയുന്നത് 3 വാല്യൂസാണുള്ളത്, 4, 6, 8. അതുപോലെ 2 വിധമുള്ള സാമ്പിൾസാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതായത് എന്നിൻ്റെ വില 3ഉം ക്യാപിറ്റൽ എന്നിൻ്റെ വില 3ഉം സ്മോൾ ലെറ്റർ എന്നിൻ്റെ വില 2ഉമാണ്. നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഇൻ SRSWR എന്ന് പറയുന്നത് നമുക്കറിയാം n⁻n എന്നാണ്. അതായത് 3², അതായത് 9 എന്ന് കിട്ടും. ഇതുപയോഗിച്ച് നമുക്കിനി അടുത്ത ടേബിൾ തയ്യാറാക്കാം. ടേബിൾ തയ്യാറാക്കി നമുക്ക് സാമ്പിൾ മീനിൻ്റെ മീൻ കണ്ടുപിടിക്കണം അല്ലേ. സാമ്പിൾ നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെ നമ്മൾ നമ്പർ ഇടുകയാണ്. അടുത്ത സാമ്പിൾ വാല്യൂസ് എഴുതുകയാണ്. സാമ്പിൾ വാല്യൂസ് എന്ന് പറയുന്നത് SRSWR ആയതുകൊണ്ട് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അത് കാരണം ഇവിടെ വാല്യൂസ് എന്ന് പറയുന്നത് 4, 4, 4, 6, 4, 8, 6, 4, 6, 6, 6, 8, 8, 4, 8, 6, 8, 8. ഇനി ഇവയുടെ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 4, 5, 6, 5, 6, 7, 6, 7, 8 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 54 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ നമ്മൾ കാണുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 54/9, അതായത് 6 എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് പോപ്പുലേഷൻ മീൻ ആണ്. പോപ്പുലേഷൻ മീൻ മ്യൂ സമം എത്ര കിട്ടുകയാണ്? 4 + 6 + 8/3, അതായത് 18/3. അതും 6 നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിനെ നമ്മൾ 2 എന്ന നമ്പർ കൊടുക്കുകയാണ്. ഫ്രം 1 and 2 എന്ത് പറയാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോപ്പർട്ടിയായ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരു സാമ്പിളിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആക്യുറസി വർദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ലക്ഷണമായി കണക്കാക്കാറുണ്ട് അല്ലേ. അതായത് സാമ്പിൾ സൈസ് കൂടുമ്പോൾ എസ്റ്റിമേറ്ററിൻ്റെ വില പാരാമീറ്ററിൻ്റെ യഥാർത്ഥ വിലയുടെ അടുത്തേക്ക് എത്തുകയും വേരിയൻസ് 0ത്തേക്ക് അടുക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേകതയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് an estimator T is said to be consistent estimator for the parameter theta if expectation of T tends to theta and variance of T tends to 0 as n tends to infinity. അതായത് T എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ എപ്പോഴാണ് എന്നിൻ്റെ വില ഇൻഫിനിറ്റിയിലേക്ക് അടുക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റയിലേക്കും വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് 0യിലേക്കും അടുക്കുന്ന ഈ പ്രത്യേകതയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോപ്പർട്ടിയായ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ അതിനെക്കുറിച്ച് പഠിക്കാം. ഒരു എസ്റ്റിമേറ്ററിൻ്റെ എഫിഷ്യൻസി അതിൻ്റെ വേരിയൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പാരാമീറ്ററിന് ഒന്നിലധികം അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ളതിനെയാണ് നമ്മൾ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്.
ഒരു എസ്റ്റിമേറ്ററിൻ്റെ എഫിഷ്യൻസി അതിൻ്റെ വേരിയൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പാരാമീറ്ററിന് ഒന്നിലധികം അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവയിൽ ഏറ്റവും കുറഞ്ഞ വേരിയൻസ് ഉള്ളതിനെയാണ് അതിൻ്റെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് let T1 and T2 are unbiased estimators for the parameter theta. Then T1 is said to be more efficient than T2 if variance of T1 less than variance of T2. അപ്പോൾ T1, T2 എന്നീ രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ, തീറ്റയ്ക്ക് രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവയിൽ T1 ആണ് T2വിനേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വേരിയൻസ് ഓഫ് T1 വേരിയൻസ് ഓഫ് T2വിനേക്കാൾ കുറവാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? T1 ഈസ് മോർ എഫിഷ്യൻ്റ് ദാൻ T2 എന്ന് പറയുന്നത്. എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. x1, x2, x3 and x4 is a random sample drawn from a population with a mean mu and a standard deviation sigma. T1 equal to x1 plus 2x2 plus 2x3 minus 4x4 and T2 equal to x1 plus x2 minus x3 minus x4 are unbiased estimators for mu. Obtain the efficient estimators among T1 and T2. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് x1ഉം എക്സ്പെക്റ്റേഷൻ ഓഫ് x2ഉം എക്സ്പെക്റ്റേഷൻ ഓഫ് x3യും എക്സ്പെക്റ്റേഷൻ ഓഫ് x4ഉം എല്ലാം മ്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വേരിയൻസ് ഓഫ് x1, വേരിയൻസ് ഓഫ് x2, വേരിയൻസ് ഓഫ് x3, വേരിയൻസ് ഓഫ് x4 എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഇവിടെ T1ഉം T2ഉം അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ അൺബയാസ്ഡ്നെസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നേരിട്ട് വേരിയൻസ് മാത്രം വെരിഫൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വേരിയൻസ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് x1 പ്ലസ് 2x2 പ്ലസ് 2x3 മൈനസ് 4x4 എന്നാണ്. ഇവിടെ നമ്മൾ വേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. അതായത് വേരിയൻസ് ഓഫ് AX, A ഒരു കോൺസ്റ്റൻറ്റും X ഒരു വേരിയബിളും ആണെങ്കിൽ വേരിയൻസ് ഓഫ് AX എന്ന് പറയുന്നത് A സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് X ആണ്. അതുപോലെ വേരിയൻസ് ഓഫ് X പ്ലസ് Y എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് X പ്ലസ് വേരിയൻസ് ഓഫ് Y ആണ്. അതുപോലെ വേരിയൻസ് ഓഫ് X മൈനസ് Yയും വേരിയൻസ് ഓഫ് X പ്ലസ് വേരിയൻസ് ഓഫ് Y തന്നെയാണ്. ഈ പ്രോപ്പർട്ടീസിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് ചെയ്യാം. വേരിയൻസ് ഓഫ് x1 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x2 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x3 പ്ലസ് 4 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x4 എന്നാണ്. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ പ്ലസ് 4 സിഗ്മ സ്ക്വയർ പ്ലസ് 4 സിഗ്മ സ്ക്വയർ പ്ലസ് 16 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 25 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് T2 കാൽക്കുലേറ്റ് ചെയ്യാം. വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 എന്നാണ്. അതായത് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് വേരിയൻസ് ഓഫ് x3 പ്ലസ് വേരിയൻസ് ഓഫ് x4 ഈക്വൽ ടു സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 4 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് 25 സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. വേരിയൻസ് ഓഫ് T2 എന്ന് പറയുന്നത് 4 സിഗ്മ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറവ് വേരിയൻസ് ഏതിനാണ്? T2വിനാണ് അല്ലേ? അതായത് T2 ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വേരിയൻസ് ഓഫ് T2 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T1 ആണ്. അതുകൊണ്ട് T2 ഈസ് മോർ എഫിഷ്യൻ്റ് ദാൻ T1 എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായി നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുകയാണ്. എന്താണത്? സഫിഷ്യൻസി അല്ലേ? സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ. ഒരു എസ്റ്റിമേറ്ററിന് പാരാമീറ്ററിനെ കുറിച്ച് പരമാവധി ഇൻഫർമേഷൻ നൽകാൻ സാധിക്കുന്നുവെങ്കിൽ ആ എസ്റ്റിമേറ്ററിനെ പാരാമീറ്ററിൻ്റെ പകരവിലയായി നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും അല്ലേ? അത്തരത്തിലുള്ള എസ്റ്റിമേറ്ററിനെയാണ് നമ്മൾ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് ആൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി sufficient estimator of a parameter if it contains all information in the sample about the parameter. ഇനി ഈ പാഠഭാഗത്തിൽ നിന്നും ഞാൻ കുറച്ച് അസൈൻമെൻറ്റുകൾ തരാം. അത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകരുമായി പങ്കുവയ്ക്കുക. അസൈൻമെൻറ്റ് നമ്പർ 1. If x1, x2 and x3 is a random sample
taken from a population with a mean mu and a standard deviation sigma, find which of the estimators for mu are unbiased and which is most efficient. T1 equal to x1 plus x2 plus x3 by 3, T2 equal to x1 plus 2x2 by 3, T3 equal to x1 plus 2x2 plus 3x3 by 3. ഈ പ്രോബ്ലം എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത ഒരു അൺബിയാസ്ഡ്നെസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ തരാം. അസൈൻമെൻറ്റ് നമ്പർ 2, ലെറ്റ് x1, x2 and x3 be sample values drawn from a normal population with a mean mu and standard deviation sigma. Consider the following estimators for the parameter mu. T1 equal to 4x1 plus 3x2 minus 5x3, T2 equal to x1 plus x3 by 2, T3 equal to x1 plus x2 minus x3. Check the unbiasedness of estimators T1, T2 and T3. ഇനി മൂന്നാമത്തെ അസൈൻമെൻ്റ് ആണ്. എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് വാല്യൂസ് 2, 4, 6 ആൻഡ് 10. കൺസിഡർ ഓൾ പോസിബിൾ റാൻഡം സാമ്പിൾസ് of size 2 in SRS WOR and SRS WR. Show that sample mean is an unbiased estimator of population mean. ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, എന്താണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ, എന്താണ് പോയിൻ്റ് എസ്റ്റിമേഷൻ, എന്തൊക്കെയാണ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ, ഇവയെല്ലാമാണ് നമ്മൾ പഠിച്ചത്. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ നന്നായി പഠിക്കുക. താങ്ക് യു.